ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പഠിക്കുന്ന എല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള ഒരു പരാതിയാണ് പഠിക്കുന്ന ചോദ്യങ്ങളൊക്കെ മറന്നു പോവുക, അല്ലെങ്കിൽ ഓർമ്മ നിൽക്കുന്നില്ല, മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ മനസ്സിലാക്കി പഠിച്ചാൽ തന്നെ അതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചോദ്യം നമ്മൾ ഇനി മറന്നു പോവില്ല. ഓപ്ഷൻ കണ്ടാൽ നമ്മൾ എന്തായാലും ഉത്തരം കറുപ്പിച്ചിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. നമുക്ക് എങ്ങനെ പഠിക്കാം? ചോദ്യവും ഓപ്ഷനിലുള്ള ഉത്തരവും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ വെച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കോഡിലൂടെ നമുക്ക് പഠിക്കാം. കോഡിലൂടെ ഉള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറക്കാതിരിക്കാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. ഏത് സംസ്ഥാനത്താണ് ചിറാപുഞ്ചി? ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താ? ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി മണിപ്പൂർ. എന്താ ചോദ്യം? ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. അത് ഏത് സംസ്ഥാനത്താണ്? ഇപ്പൊ ചിറാപുഞ്ചി അല്ല കേട്ടോ, ഇപ്പൊ മൗസിൻറാമാണ്. പക്ഷെ രണ്ടും ഒരു സംസ്ഥാനത്താണ്. അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യം എടുക്കാം. അപ്പൊ മൗസിൻറാമും ചിറാപുഞ്ചിയും ഒരു സംസ്ഥാനത്താണ്. അത് ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ നാഗാലാൻഡ്, ബി ആസാം, സി മേഘാലയ, ഡി മണിപ്പൂർ. അത് എങ്ങനെ കണക്ട് ചെയ്യാം? മഴ ലഭിക്കുന്ന പ്രദേശമല്ലേ? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമല്ലേ? മഴ എന്തിൽ നിന്നാണ് ലഭിക്കുന്നത്? എന്തിൽ നിന്നാണ്? മേഘത്തിൽ നിന്നാണ് മഴ ലഭിക്കുന്നത്. ഓപ്ഷൻ സി മേഘാലയാണ് നമ്മുടെ ഉത്തരം. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? മഴ എന്തിൽ നിന്ന് ലഭിക്കുന്നു? മേഘത്തിൽ നിന്ന് ലഭിക്കുന്നു. ഓപ്ഷൻ സി മേഘാലയാണ് നമ്മുടെ ഉത്തരം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. ഇപ്പൊ അത് ഏത് സ്ഥലമാണ്? എവിടെയാണ്? മൗസിൻറാമാണ്. അത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതാണ്. അപ്പൊ മഴ എന്തിൽ നിന്ന് ലഭിക്കുന്നു? മേഘത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? മേഘാലയ. നമ്മുടെ ഉത്തരം മേഘാലയ. അത് കണക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ചോദ്യം, വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാ? ഓപ്ഷൻ എ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഓക്കെ ആണല്ലോ? ഓപ്ഷൻസ് ഓക്കെ ആണല്ലോ? ചോദ്യം എന്താണ്? വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. എന്ത് ചെയ്യുമ്പോഴാണ്? വേവിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്താലോചിക്കണം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, വിറ്റാമിൻ സി ആണ് നമ്മുടെ ഉത്തരം. വിറ്റാമിൻ സി ആണ്. അത് എങ്ങനെ കണക്ട് ചെയ്യണം? വേവിക്കുമ്പോൾ എന്നല്ലേ? വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതെന്നല്ലേ ചോദ്യം? നമ്മൾ എന്തിലേക്ക് വേവിക്കും? കുക്കറിൽ വേവിക്കുന്നൊന്ന് ആലോചിച്ചൂടാ നമുക്ക്. കുക്കറിൽ വേവിച്ചു കഴിഞ്ഞാൽ എന്ത് സൗണ്ട് വരും? എന്നൊരു സൗണ്ട് വരില്ലേ? അത് കണക്ട് ചെയ്യുക. ആ എന്നുള്ള സൗണ്ടുമായിട്ട് ശബ്ദത്തെ സിയുമായി കണക്ട് ചെയ്യുക. നമുക്ക് ഏതൊക്കെ വിറ്റാമിനുകളാണ് ഉള്ളത്? ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നീ വിറ്റാമിനുകളാണ്. എസ് എന്ന് പറഞ്ഞിട്ടൊരു വിറ്റാമിൻ ഇല്ലല്ലോ. എസ് പറഞ്ഞിട്ടൊരു വിറ്റാമിൻ നമുക്കില്ല. അപ്പൊ അത് എങ്ങനെ കണക്ട് ചെയ്യാം? എന്നുള്ള സൗണ്ട് സി വെച്ച് കണക്ട് ചെയ്യണം. അപ്പൊ വിറ്റാമിൻ സി ആണ് നമ്മുടെ ഉത്തരം. വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അപ്പൊ വേവിക്കുമ്പോൾ പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? എങ്ങനെ കണക്ട് ചെയ്യണം? കുക്കർ വിസിലടിക്കുമ്പോൾ എങ്ങനെ സൗണ്ട് വരും? എന്നൊരു സൗണ്ട് വരും. അതിൽ നിന്ന് സി കണക്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കണ്ണമ്മൂല, ഓപ്ഷൻ എ കണ്ണമ്മൂല, ഓപ്ഷൻ ബി വടിവേശ്വരം, ഓപ്ഷൻ ബി വടിവേശ്വരം, ഓപ്ഷൻ സി മരുത്വാമല, ഓപ്ഷൻ ഡി കാലടി. ചോദ്യം എന്താ? ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ്. എന്താണ് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം? നമുക്കൊക്കെ ജ്ഞാനം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? സ്കൂളിൽ പോയി ഇല്ലേ? സ്കൂളിൽ പോയി നമുക്ക് ജ്ഞാനം ലഭിച്ചു. ജ്ഞാനം ലഭിക്കാൻ വേണ്ടി ടീച്ചർമാർ എന്താണ് ഉപയോഗിച്ചിരുന്നത്? എന്താണ്? വടി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ജ്ഞാനം വരുത്തിയത് അല്ലേ? അപ്പൊ ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ചോദിച്ചാൽ നമ്മൾ എന്താലോചിക്കണം? നമുക്ക് ജ്ഞാനം ലഭിച്ചത് വടിയിലൂടെയാണ് ആലോചിക്കണം. അപ്പൊ എന്ത് കിട്ടും? ഓപ്ഷൻ ബി വടിവേശ്വരം. എന്താണ്? ഓപ്ഷൻ ബി വടിവേശ്വരമാണ് നമ്മുടെ ഉത്തരം. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ചോദിച്ചാൽ നമ്മൾ എന്താലോചിക്കണം? നമുക്ക് ജ്ഞാനം ലഭിച്ചത് എങ്ങനെയാണെന്ന് ആലോചിക്കണം. എങ്ങനെയാണ്? ടീച്ചർമാര് വടിയിലൂടെ നമുക്ക് ജ്ഞാനം നൽകി ഇല്ലേ? അപ്പൊ എങ്ങനെ ആലോചിക്കണം? ഓപ്ഷൻ ബി വടിവേശ്വരം. വടി ആലോചിച്ചാൽ എന്ത് കിട്ടും? ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവേശ്വരം. അടുത്ത ചോദ്യം,
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല. ചോദ്യം എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് ചോദ്യം. ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. ഓപ്ഷൻ എ എറണാകുളം, വയനാട്, പാലക്കാട്, കാസർഗോഡ്. ചോദ്യം എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഏത് ജില്ലയാണ്? ഈ കൃഷിയുള്ള സ്ഥലത്ത് എന്തും വേണം? കാട് വേണം. അങ്ങനെ ആലോചിച്ചൂടെ? എന്ത് വേണം? കാട് വേണം. ഇതിൽ ഏത് ജില്ലയിലാണ് കാടുള്ളത്? പാലക്കാട്. പേരിൽ കാടുള്ളത് ഏത് ജില്ലയിലാണ്? പാലക്കാടിലാണ്. ലാസ്റ്റ് കാട് എന്നില്ലേ? ഇല്ലേ? ലാസ്റ്റ് കാട് എന്നുള്ളത് അത് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യണം? കൃഷിയുള്ള സ്ഥലത്ത് എന്തും വേണം? കാട് വേണമെന്ന് കണക്ട് ചെയ്ത ഉത്തരം എന്ത് കിട്ടും? ഓപ്ഷൻ സി പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ആ കാട് ആലോചിച്ച് വെച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ എ ചാൾസ് നിയമം, ഓപ്ഷൻ ബി ജൂൾ നിയമം, ഓപ്ഷൻ ബി ജൂൾ നിയമം, ഓപ്ഷൻ സി അവഗാർഡോ നിയമം, ഓപ്ഷൻ ഡി ബോയിൽ നിയമം. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ചാൾസ് നിയമം, ജൂൾ നിയമം, അവഗാർഡോ നിയമം, ബോയിൽ നിയമം. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബോയിൽ എന്നുള്ള വാക്ക്, ബോയിൽ എന്നുള്ളതിന്റെ മലയാളം മീനിങ് എന്താണ്? തിളക്കുക എന്നല്ലേ? ബോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കുക എന്നാണ് അർത്ഥം. തിളച്ച എന്തുണ്ടാവും? മേലെ ഇങ്ങനെ കുമിള വരും. വെള്ളം തെളിച്ച അങ്ങനെ കുമിള വരില്ലേ? അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും? ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം എന്താലേക്കണം? ബോയിൽ എന്ന വാക്ക് ആലേക്കണം. ബോയിൽ പറഞ്ഞാൽ തിളക്കുക, തിളച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുമിള ഉണ്ടാവും. അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും? ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമമാണ് ഏത്? ബോയിൽ നിയമം. ബോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കുക, തിളച്ചാൽ എന്തുണ്ടാവും? കുമിള ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ശബ്ദത്തിന്റെ യൂണിറ്റ് ഏത്? ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹെഡ്സ്, ഓപ്ഷൻ എ ഹെഡ്സ്, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ ബി ജൂൾ, ഓപ്ഷൻ സി ഡെസിബൽ, ഓപ്ഷൻ സി ഡെസിബൽ, ഓപ്ഷൻ ഡി വാട്ട്, ഓപ്ഷൻ ഡി വാട്ട്. എന്താ ചോദിച്ചിരിക്കുന്നത്? ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ്, ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ്. എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ബെല്ലടിച്ച ശബ്ദം കേൾക്കൂലേ? അതിപ്പോ സൈക്കിളിന്റെ ബെല്ലാണെങ്കിലും കോളിംഗ് ബെല്ലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് കേൾക്കും? ശബ്ദം കേൾക്കും. അപ്പൊ ആ ബെല്ല് എന്നുള്ള വാക്ക് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ഡെസിബൽ. ഡെസിബൽ ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ്. എന്താണ്? ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അതിൽ എന്ത് കണക്ട് ചെയ്യണം? ആ ബെല്ല് എന്നുള്ള ഭാഗം കണക്ട് ചെയ്യണം. ബെല്ല് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ശബ്ദം കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് ഡെസിബൽ. അടുത്ത ചോദ്യം, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി. ഏത് വിറ്റാമിൻ ആണ് ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ? കണ്ണ് കാണാത്ത ആൾക്കാരെ അല്ലെങ്കിൽ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? സാമാന്യ ബോധമുള്ള മനുഷ്യന്മാർ എന്താ വിളിക്കുക? ആരെങ്കിലും കണ്ണുപൊട്ടം എന്നൊക്കെ വിളിക്കണ്ടാവും. അതാലേക്കണ്ട. സാമാന്യ ബോധമുള്ള ആൾക്കാരെ എന്ത് വിളിക്കും? അന്ധൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അന്ധൻ. അന്ധൻ എന്ന് വിളിക്കൂലേ? അന്ധൻ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച എ കിട്ടൂലേ? അന്ധൻ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? എ കിട്ടും. വിറ്റാമിൻ എ ആണ് നമ്മുടെ ഉത്തരം. വിറ്റാമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അതെങ്ങനെ കണക്ട് ചെയ്യണം? അന്ധൻ എന്ന വാക്കുകൊണ്ട് കണക്ട് ചെയ്യണം. കാഴ്ചശക്തി ഇല്ലെങ്കിൽ എന്താവും? അന്ധനാവും. അന്ധൻ എന്ന വാക്കുകൊണ്ട് കണക്ട് ചെയ്ത് എന്ത് കിട്ടും? വിറ്റാമിൻ എ കിട്ടും. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം. എന്താ ചോദ്യം? ഭരണഘടനയുടെ 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? ഓപ്ഷൻ എ 1978, ഓപ്ഷൻ ബി 1976, ഓപ്ഷൻ സി 1980, ഓപ്ഷൻ ഡി 1993. ഭരണഘടനയുടെ 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം, അതല്ലേ നമ്മുടെ ചോദ്യം. അത് എങ്ങനെ കണക്ട് ചെയ്യാം? എത്രാം ഭേദഗതിയാണ്? 40 എത്രാം ഭേദഗതിയാണ്? 42. അതെങ്ങനെ കണക്ട് ചെയ്യാം? 4 + 2 = 6. അപ്പോ ഓപ്ഷൻ ബി 1976. ആ 6 ഓർത്തു വെച്ചാൽ എന്ത് കിട്ടും? 1976. 4 + 2 6. 42ാം ഭേദഗതി അല്ലേ?
42-ാം ഭേദഗതി എങ്ങനെ കണക്ട് ചെയ്യണം? 4 + 2 = 6. അങ്ങനെ 1976. എന്നാ വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. 44-ാം ഭേദഗതി നിലവിൽ വന്ന വർഷം, അതും ഇതുപോലെ നോക്കി നോക്കിയാലോ. 4 + 4 = എത്രയാണ്? 8. 4 + 4 = 8. 1978-ലാണ് 44-ാം ഭേദഗതി നിലവിൽ വന്നത്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? 42-ാം ഭേദഗതി എപ്പോഴാണ്? 4 + 2 = 6. അപ്പൊ 1976 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 44-ാം ഭേദഗതി നിലവിൽ വന്നതാണ് ചോദിക്കുന്നതെങ്കിൽ 4 + 4 8. 1978 ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം അറിയോ? സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ പ്ലൂട്ടോ, ഓപ്ഷൻ ബി യുറാനസ്, ഓപ്ഷൻ സി ശനി, ഓപ്ഷൻ ഡി ബുധൻ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പോട്ടോ, പൊയ്ക്കോട്ടോ പറയില്ലേ? അപ്പൊ പോട്ടോ എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും? പ്ലൂട്ടോ എന്നുള്ളൂ. പോട്ടോ എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? പ്ലൂട്ടോ എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ എ പ്ലൂട്ടോ ആണ് നമ്മുടെ ഉത്തരം. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹമാണ് പോട്ടോ, പ്ലൂട്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ സൗരയൂഥത്തിൽ നിന്നും ആരാണ് പുറത്താക്കപ്പെട്ടത്? പ്ലൂട്ടോ ആണ്. അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? എന്താ ചോദ്യം? അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? അൺഹാപ്പി ഇന്ത്യ. ഓപ്ഷൻ എ ദാദാബായ് നവറോജി, ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ് ബാനർജി, ഓപ്ഷൻ സി ബാലഗംഗാധര തിലകൻ, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്. എന്താ ചോദ്യം? അൺഹാപ്പി ഇന്ത്യ. എന്താണ് അൺഹാപ്പി? ഹാപ്പി അല്ലല്ലോ. അൺഹാപ്പി ഇന്ത്യ. അൺഹാപ്പി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കേരളത്തിലെ ദേശീയ ഗാനം ഏതാ? അൺഹാപ്പി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ഏതാണ്? ലാലാ ലാലാ അല്ലേ? അങ്ങനെ കണക്ട് ചെയ്തോടെ. എന്താണ്? ലാലാ ലാലാ. ആ പാട്ട് ആലോചിച്ച് എന്ത് കിട്ടും? അൺഹാപ്പി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഏത് ആ പാട്ട്? ലാലാ ലാലാ. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ് ആണ് നമ്മുടെ ഉത്തരം. എങ്ങനെ ആലോചിച്ച് വെക്കണം? ലാലാ ലാലാ എന്നുള്ള ആ പാട്ട് ആലോചിച്ച് വെക്കണം. ഏതാണ്? അൺഹാപ്പി ഇന്ത്യ. അൺഹാപ്പി ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ലാലാ ലാലാ ആ പാട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോ ലാലാ ലജ്പത് റായ് അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഓപ്ഷൻ എ മുംബൈ ഹൈ, ഓപ്ഷൻ ബി ഡിഗ്ബോയ്, ഓപ്ഷൻ സി ബൊക്കാറോ, ഓപ്ഷൻ ഡി ഷിമോഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതാണ്? ഏറ്റവും വലുതല്ലേ ചോദ്യം? എന്താ ചോദ്യം? ഏറ്റവും വലുത് പറഞ്ഞാൽ ഹൈയിൽ നിൽക്കുന്ന ആളാ അല്ലേ? അപ്പൊ എന്താ ആലോചിച്ചാൽ മതി? ഹൈ എന്ന് ആലോചിച്ചാൽ മതി. മുംബൈ ഹൈ ആണ് നമ്മുടെ ഉത്തരം. വലുത് ഹൈ എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? മുംബൈ ഹൈ കിട്ടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനിയാണ് മുംബൈ ഹൈ. ഏതാണ്? മുംബൈ ഹൈ. അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്? ഓപ്ഷൻ എ വാഗ്ബടാനന്ദൻ, ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി ONV കുറുപ്പ്, ഓപ്ഷൻ ഡി ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വാഗ്ബടാനന്ദൻ, വി.ടി. ഭട്ടതിരിപ്പാട്, ONV, ഓപ്ഷൻ ഡി ശങ്കരക്കുറുപ്പ്. എന്താ ചോദ്യം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാന്നാണ്. എന്താ ചോദ്യം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമുക്ക് അടുക്കള എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ആരെ ഓർമ്മ വരിക? അമ്മ അല്ലെങ്കിൽ ഭാര്യ അല്ലേ? അമ്മ അല്ലെങ്കിൽ ഭാര്യ ആണല്ലോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കള ആലോചിച്ച ആരെ കിട്ടും? അമ്മനെ കിട്ടും. അങ്ങനെ ആലോചിച്ച അമ്മക്ക് എന്താ അവിടെ പണി? അവിടെ കടന്ന് വട്ടം തിരിയല്ലേ? എന്താണ്? അടുക്കളയിൽ കടന്ന് വട്ടം തിരിയാണ് അമ്മക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് പണി. എന്താണ്? അടുക്കളയിൽ കടന്ന് വട്ടം തിരിയ. ആ വട്ടം തിരിയ എന്നുള്ള വാക്കും കൊണ്ട് ഭട്ടതിരിപ്പാട് ആലോചിക്കണം. എന്താണ്? വട്ടത്തിരിപ്പാണ് അവിടെ. അവിടെ എന്താണ്? വട്ടം തിരിയല. ഓക്കെ ആണല്ലോ. അപ്പൊ വട്ടം തിരിയ എന്നുള്ളത് ആലോചിച്ച വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കള ആലോചിച്ച അമ്മനെ ആലോചിക്കണം. അമ്മക്ക് അവിടെ എന്താ പണി? അവിടെ കടന്ന് വട്ടം തിരിയ. അങ്ങനെ ആലോചിച്ച എന്ത് കിട്ടും? വി.ടി. ഭട്ടതിരിപ്പാട്. വട്ടം തിരിപ്പാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? ഭട്ടതിരിപ്പാട്, വി.ടി. ഭട്ടതിരിപ്പാട്. എന്താണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, കല്ലുമാല സമരം നയിച്ചത് ആര്? കല്ലുമാല സമരം നയിച്ചത് ആരാ? ഓപ്ഷൻ എ പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം. ഇവിടെ ഒരു ചിത്രം കണ്ടോ? ഇത് കാളിയുടെ ചിത്രമാണ്. ആരുടെയാണ്? കാളിയുടെ ചിത്രം. കാളിയുടെ കഴുത്തിൽ മാലകൾ കണ്ടോ? അത് കല്ലുമാലയായിട്ട് ആലോചിച്ചാൽ മതി. എന്താണ് അത്? കല്ലുമാലയായിട്ട് ആലോചിച്ച കാളി കല്ലുമാല. അങ്ങനെ ആലോചിച്ചൂടെ? അപ്പൊ എന്താ നമ്മുടെ ഉത്തരം? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി അയ്യങ്കാളി. അതെങ്ങനെ കണക്ട് ചെയ്യണം? കാളി കല്ലുമാല. ഈ കാളിയുടെ ചിത്രം ആലോചിച്ചാൽ മതി. അതിന്റെ കഴുത്തിൽ കുറെ മാലകൾ ഉണ്ട്. അത് കല്ലുമാല എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? ഓപ്ഷൻ സി അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. അതെങ്ങനെ കണക്ട് ചെയ്യണം?
കാളിയുടെ കഴുത്തിൽ മാലകൾ ആലയിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, പപ്പായയുടെ ജന്മദേശം ഏത്? എന്താണ് പപ്പായയുടെ ജന്മദേശം ഏത് എന്നല്ലേ ചോദ്യം. ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി അമേരിക്ക. എന്താണ് പപ്പായയുടെ ജന്മദേശം? നമ്മൾ അച്ഛനെ അച്ഛാനല്ലേ ഇവിടേക്ക് വിളിക്കല്. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പപ്പ എന്ന് വിളിച്ചാൽ നമ്മൾ എന്ത് പറയും? ഓ ഓൻ വലിയൊരു ഇംഗ്ലീഷുകാരൻ അങ്ങനെ പറയില്ലേ, ഇംഗ്ലീഷുകാരൻ എന്ന് പറയും. അല്ലെ എന്താ പറയാ? ഓ ഓനൊരു അമേരിക്കക്കാരൻ എന്ന് പറയും. എന്താണ് അവൻ വലിയൊരു അമേരിക്കക്കാരനാണ് പറയില്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും? പപ്പായ എന്നുള്ളതിനെ പപ്പാന്ന് കണക്ട് ചെയ്താൽ മതി. പപ്പാന്ന് വിളിക്കണത് അമേരിക്ക. ഓക്കെ ആണല്ലോ. ഓ വലിയ അമേരിക്കക്കാരനെന്ന് ആലോചിച്ചാൽ മതി. പപ്പാന്നൊക്കെ അല്ലേ വിളിക്കണത്. അപ്പൊ അമേരിക്കക്കാരനെന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? പപ്പായയുടെ ജന്മദേശം എവിടെയാണ്? അമേരിക്കയിലാണ്. എവിടെയാണ്? അമേരിക്ക. അതെങ്ങനെ കണക്ട് ചെയ്യണം? പപ്പ എന്നാലേക്കണം. ആരെ പപ്പ എന്ന് വിളിക്കാം? വലിയ അമേരിക്കക്കാരനാവും, പപ്പ എന്നൊക്കെ വിളിക്കുള്ളൂ അല്ലേ. അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? പപ്പായയുടെ ജന്മദേശമാണ് അമേരിക്ക. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ ആനമുടി, ഓപ്ഷൻ എ ആനമുടി, ഓപ്ഷൻ ബി ദോഡാബേട്ട, ഓപ്ഷൻ സി മീശപ്പുലിമല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്താ ചോദ്യം? ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. എത്രാമത്തെയാണ്? രണ്ടാമത്തെ. ഈ രണ്ടിന് ഹിന്ദിയിൽ എന്താ പറയാ? ദോന്നല്ലേ. എന്താണ്? ദോ എന്ന് പറയും. രണ്ടിന് ഹിന്ദിയിൽ ദോ എന്ന് പറയും. അപ്പൊ എന്താണ്? ദോഡാബേട്ട. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ദോഡാബേട്ട. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ രണ്ടിന് ഹിന്ദിയിൽ എന്ത് പറയും? ദോ എന്ന് പറയും. ഉത്തരം എന്താണ്? ദോഡാബേട്ട. ദോഡാബേട്ട. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരൊക്കെയാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികൾ. എന്താ ചോദ്യം? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നമുക്ക് ആരാ വിദ്യ അഭ്യസിപ്പിച്ചു തരുന്നത്? ആരാണ്? ഗുരുവാണ്. ആരാണ്? ഗുരു. വിദ്യ അഭ്യസിപ്പിച്ചു തരുന്നത് ഗുരുവാണ്. അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. ഗുരുവാണ് നമുക്ക് എന്ത് നൽകുന്നത്? വിദ്യ അഭ്യസിപ്പിച്ച് നൽകുന്നത്. അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി അയർലാൻഡ്, ഓപ്ഷൻ ബി അയർലാൻഡ്, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. ചോദ്യം എന്താ? ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? എന്താണ്? റിട്ടുകൾ ബ്രിട്ടൻ. ാണ് ആലോചിച്ച് എന്ത് കിട്ടും? റിട്ട് ബ്രിട്ടൻ. റിട്ട് ബ്രിട്ടൻ. അതിൽ തന്നെയല്ലേ ഉത്തരം? ബ്രിട്ടൻ റിട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ റിട്ട് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് ബ്രിട്ടൻ. ഓക്കെ ആണല്ലോ. റിട്ട് ബ്രിട്ടൻ. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? ഓപ്ഷൻ എ 1930, ഓപ്ഷൻ ബി 1942, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1932. എന്താ ചോദ്യം? ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹം. ഉപ്പത് എന്താലേക്കണം? ഉപ്പാണത്. ഉപ്പത് 30. ഓക്കെ ആണല്ലോ. ഉപ്പത് ഉപ്പത് അവിടെ തന്നെ 30 എന്നും കണക്ട് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഉപ്പാണത്. ഉപ്പ് സത്യാഗ്രഹം അല്ലേ. അപ്പൊ 30 1930. ഓപ്ഷൻ എ 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. 30. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മൂന്നാർ, ഓപ്ഷൻ ബി കാശ്മീർ, ഓപ്ഷൻ സി ലഡാക്ക്, ഓപ്ഷൻ ഡി നീലഗിരി. ഇതിനുള്ള ക്ലൂ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിയില്ലേ. എന്താ ചോദ്യം? നീലമലകളുടെ നാട് നീലഗിരി. എന്താണ്? നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് നീലഗിരി. ഓപ്ഷൻ ഡി നീലഗിരി. നീല എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അതിന് ക്ലൂ ഒന്നും വേണ്ട. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാ? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി വരയാട്, ഓപ്ഷൻ സി കാട്ടുപോത്ത്, ഓപ്ഷൻ ഡി സിംഹവാലൻ കുരങ്ങ്. എന്താ ചോദ്യം? സൈലന്റ് വാലിയിലല്ലേ. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാ? സൈലന്റ് വാലി.
വാലി വാലൻ. എന്താണ് വാലി വാലൻ? സിംഹവാലൻ സൈലന്റ് വാലി. ആ വാലി എന്നും വാലൻ എന്നും കണക്ട് ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടും? സിംഹവാലൻ സൈലന്റ് വാലി. ഓക്കെ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം, സൈലന്റ് വാലി സിംഹവാലൻ. അടുത്ത ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 21. ചോദ്യം എന്താണ്? ലോക വനദിനമാണ്. ഓപ്ഷൻ എ മാർച്ച് 21, ഓപ്ഷൻ ബി മാർച്ച് 22, ഓപ്ഷൻ സി മാർച്ച് 23, ഓപ്ഷൻ ഡി മാർച്ച് 24. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അന്ന് ലോക ജലദിനമാണ് ചോദിച്ചത്, ഇന്ന് ലോക വനദിനമാണ്. ഇതിനൊരു കോഡ് ഞാൻ പറഞ്ഞു തന്നു. എന്താ കോഡ്? വനജയുടെ കാലിൽ ക്ഷയം. അങ്ങനെ ആലോചിച്ചൂടെ? എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. വനജ ജലം, പിന്നെന്താ കാലിൽ കാലാവസ്ഥ, പിന്നെന്താ ക്ഷയം ക്ഷയരോഗം. ഓക്കെ ആണല്ലോ. ഇനി അതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. മാർച്ച് 21 വനദിനം, ലോക വനദിനമാണ് മാർച്ച് 21. പിന്നെ അടുത്തത് ഏതാ പറഞ്ഞ്? ജലദിനം മാർച്ച് 22 ജലദിനം മാർച്ച് 22. മാർച്ച് 23 എന്താണ്? കാലിൽ, വനജയുടെ കാലിൽ. ആ കാലിൽ എന്നുള്ള അവിടെ എന്തുണ്ട്? കാലാവസ്ഥ. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. വനജയുടെ കാലിൽ കാലാവസ്ഥ കഴിഞ്ഞ എന്താ? ക്ഷയം. മാർച്ച് 24 ക്ഷയരോഗ ദിനം. എന്താണ്? ക്ഷയരോഗ ദിനം. അപ്പൊ എന്തൊക്കെ പഠിച്ചു? വനജയുടെ കാലിൽ ക്ഷയം, വനദിനം മാർച്ച് 21, പിന്നെന്താ? ജലദിനം മാർച്ച് 22. ജലദിനം മാർച്ച് 22. പിന്നെന്താണ്? മാർച്ച് 23 എന്താ? കാലിൽ കാലാവസ്ഥാ ദിനം. 24 ക്ഷയരോഗ ദിനം. കോഡ് എന്താണ്? വനജയുടെ കാലിൽ ക്ഷയം. വനജയുടെ കാലിൽ ക്ഷയം. അടുത്ത ചോദ്യം, കണ്ണീരും കിനാവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ONV കുറുപ്പ്, ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും എന്ന കൃതി രചിച്ചത് ആരാ? നമ്മൾ നേരത്തെ പഠിച്ചു, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരാണ്? VT ഭട്ടതിരിപ്പാട്. വട്ടം തിരിയലല്ലേ അവിടെ പണി. അപ്പൊ അടുക്കളയിൽ തന്നെ ജീവിതം തീർന്ന സ്ത്രീകളെ പറ്റി ആലോചിച്ചാൽ പോരെ? അങ്ങനെയുള്ളവരെ പറ്റി ആലോചിച്ചാൽ എന്ത് കിട്ടും? കണ്ണീരും കിനാവും. അവർക്ക് ആകുള്ളത് അതല്ലേ? ഓർത്തെടുക്കാൻ കിനാവും, പിന്നെ എന്തുണ്ട്? കണ്ണീരും. അങ്ങനെ ആലോചിച്ചാൽ എന്ത് കിട്ടും? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ എന്താണ്? വട്ടം തിരിയലാണ്. അതുകൊണ്ട് എന്ത് കണക്ട് ചെയ്തു? VT ഭട്ടതിരിപ്പാട് കണക്ട് ചെയ്തു. ആ അടുക്കള കണക്ട് ചെയ്താൽ ഇതും കിട്ടും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും, അവിടെയാണ് കണ്ണീരും കിനാവും. അടുക്കളയിൽ എന്താ? കണ്ണീരും കിനാവും ആണ് ആ സ്ത്രീകൾക്ക്. എന്താണ്? കണ്ണീരും കിനാവും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തപ്പോ എന്ത് കിട്ടി? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. എങ്ങനെ ആലോചിക്കണം? അടുക്കളയിൽ എന്താണ്? കണ്ണീരും കിനാവുമാണ്. അടുക്കളയിൽ കറന്ന് വട്ടം തിരിയാണ്. അപ്പൊ VT ഭട്ടതിരിപ്പാടാണ്. അപ്പൊ അടുക്കളയിൽ മാത്രം ജീവിതം സ്തംഭിച്ച സ്ത്രീകൾക്ക് എന്താണ്? കണ്ണീരും ഓർത്തെടുക്കാൻ കുറച്ച് കിനാവുകളും. അപ്പൊ അതും VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ഓപ്ഷൻ എ ഓണ്ടോളജി, ഓപ്ഷൻ എ ഓണ്ടോളജി, ഓപ്ഷൻ ബി ഒഡന്റോളജി, ഓപ്ഷൻ സി ഓർത്തോപ്പി, ഓപ്ഷൻ ഡി ഓർത്തോപീഡിയ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഓണ്ടോളജി, ഓപ്ഷൻ ബി ഒഡന്റോളജി, ഓപ്ഷൻ സി ഓർത്തോപ്പി, ഓപ്ഷൻ ഡി ഓർത്തോപ്പിയ. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്. പല്ല് ഡോക്ടർക്ക് എന്താ പറയാ? ഡെന്റിസ്റ്റ് അല്ലേ? ഡെന്റൽ കെയറിലാണ് പല്ല് കാണിക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ ഡെന്റിസ്റ്റ് എന്നുള്ളത് ആലോചിച്ചാ ഡെന്റോളജി. അത് കിട്ടിയോ? ഡെന്റിസ്റ്റ്, ഡെന്റോളജി. ഓഹോ, ഡെന്റോളജി. അങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ്? ഡെന്റോളജി. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. പല്ലുകളെ കുറിച്ചുള്ള പഠനം. പല്ലാലോചിച്ച എന്ത് കിട്ടും? ഡെന്റിസ്റ്റിനെ കിട്ടും. അപ്പൊ ഡെന്റോളജിയും കിട്ടും. ഡെന്റോളജി എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഒഡന്റോളജിയാണ് പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. അത് കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം, B3 വിറ്റാമിന്റെ രാസനാമം എന്താണ്? വിറ്റാമിൻ B3യുടെ രാസനാമം. ഓപ്ഷൻ എ തയാമിൻ, ഓപ്ഷൻ എ തയാമിൻ, ഓപ്ഷൻ ബി നിയാസിൻ, ഓപ്ഷൻ ബി നിയാസിൻ, ഓപ്ഷൻ സി പാൻഡോതെനിക് ആസിഡ്, ഓപ്ഷൻ ഡി ടോക്കോഫെറോൺ, ഓപ്ഷൻ ഡി ടോക്കോഫെറോൺ അല്ല, ടോക്കോഫെറോൺ എന്നാണ്. ടോക്കോഫെറോൺ. വിറ്റാമിൻ B3യുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ B3യുടെ ഒരു കോഡ് പറയട്ടെ. 3, ഇത് 3, ഇത് ഇങ്ങനെ ഇട്ടാ എന്താവും? നാനാവും. ഈ 3 ഇങ്ങനെ ഇട്ടാ എന്താവും? നാനാവും. അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? നിയാസിൻ. ഓക്കെ ആണല്ലോ. ഈ 3 എന്നുള്ളത് ഇങ്ങനെയുള്ള 3നെ ഇങ്ങനെ ഇട്ട നാ എന്നാവും. ആ നാ വെച്ച് കണക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഓപ്ഷൻ ബി നിയാസിൻ ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ വിറ്റാമിൻ B3, ആ 3 ആലോചിച്ചാൽ മതി. 3നെ എങ്ങനെ തിരിച്ചിട്ട നാ എന്നാവും? നിയാസിൻ. ഉത്തരം നിയാസിൻ ആണ്. ഇനി ഓപ്ഷൻ എയിൽ കിടക്കുന്നത് തയാമിൻ അല്ലേ? അതേതിന്റെ? വിറ്റാമിൻ ബിയുടെ ചോദിക്കുകയാണെങ്കിൽ തയാമിനാണ്. വിറ്റാമിൻ ബി എന്ന് മാത്രം, B1 ആണ് ബി. അപ്പൊ ബി എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ബി ഇതെങ്ങനെ ആലോചിച്ചാൽ മതി? ബി ഒരു താല്ലേ
ആ ബിയിൽ ഒരു താല്ലേ. അപ്പൊ ഏതാണ്? തയാമിൻ വിറ്റാമിൻ ബിയുടെ രാസനാമമാണ്. ഇവിടെ പിന്നെ ഏതാ കൊടുക്കുന്നത്? പാൻറ്റോതെനിക് ആസിഡ് ആണ്. എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. അതേതാണ്? വിറ്റാമിൻ B5 ആണ്. വിറ്റാമിൻ B5ന്റെ ആണ് പാൻറ്റോതെനിക് ആസിഡ്. അതെങ്ങനെ ആലോചിച്ചാൽ മതി? കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. എന്താണ്? കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. 5 ആൾക്കും എന്ത് വേണം? പാന്റ് വാങ്ങി കൊടുക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ 5 ആൾക്കും പാന്റ് വാങ്ങി കൊടുക്കണം. അങ്ങനെ B5 ആലോചിച്ചാൽ മതി. പിന്നെ ഏത് പറഞ്ഞു? ഓപ്ഷൻ എ തയാമിൻ. തയാമിൻ എങ്ങനെ? ബി ഇങ്ങനെ ഇട്ടാ താ എന്ന് വായിക്കണം. അപ്പൊ തയാമിൻ. പിന്നെ ഈ 3നെ എങ്ങനെ തിരിച്ചിട്ടാ നാ എന്ന് വായിക്കും. അങ്ങനെ നിയാസിൻ കണക്ട് ചെയ്തു. കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്. അങ്ങനെ പാൻറ്റോതെനിക് ആസിഡ് കണക്ട് ചെയ്തു. ഇനി ഇവിടെ ഏതാ? ടോക്കോഫെർ ആണ്. അത് വിറ്റാമിൻ ഇയുടെ രാസനാമമാണ്. വിറ്റാമിൻ ഇയുടെ ഈ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ ടോ നിട്ടാ എന്താ വായിക്കുക? എഡോ എന്ന് വായിച്ചൂടെ? എഡോ എന്ന് വായിച്ചൂടെ? അപ്പൊ എഡോ എന്നുള്ള വാക്ക് ആലോചിച്ച് വെച്ചാൽ എന്ത് കിട്ടും? വിറ്റാമിൻ ഇ. പിന്നെ ഇവിടെ എഡോ എന്ന് ഇങ്ങനെ എഴുതി വെക്കുക. എഡോ. ആ ടോയിലുണ്ട് ടോക്കോഫെറോൺ. എന്താണ്? ടോക്കോഫെറോൺ ആണ്. ഇവിടെ സ്പെല്ലിംഗ് തെറ്റുണ്ട്. ടോക്കോഫെറോൺ അല്ല, ടോക്കോഫെറോൺ. ടോക്കോഫെറോൺ. അതിനെങ്ങനെ ആലോചിക്കണം? ഈ ഡോ എഡോ എന്ന് ആലോചിച്ച് വെക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്. ഓപ്ഷൻ ബി കാഞ്ചൻജംഗ. ഓപ്ഷൻ സി മൗണ്ട് K2. ഓപ്ഷൻ ഡി നംഗ പർവ്വതം. എന്താ ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. എന്താണ്? ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. അതെങ്ങനെ കണക്ട് ചെയ്യുക? കൂറ്റൻ പർവ്വതനിരയല്ലേ? എന്താണ്? കൂറ്റൻ പർവ്വതനിരയിലെ K2 എന്നാലേക്ക. കൂറ്റൻ K2. കൂറ്റൻ K2. അല്ലെങ്കിൽ എന്താ ആലോചിക്ക? അത്ര ഉയർന്ന പർവ്വതനിരയിലേക്ക് K2 ഇടുവോ? അങ്ങനെ ആലോചിച്ചൂടെ? K2 എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? K2 എന്ന് കിട്ടും. അപ്പൊ കൂറ്റൻ എന്നാലോചിച്ചാലും K2 എന്ന് കിട്ടും. കൂറ്റൻ K2. അങ്ങനെ കണക്ട് ചെയ്യുക. K2 അങ്ങോട്ടൊക്കെ K2. കാരണം എന്താ? അത്ര ഉയരത്തിലുള്ളതല്ലേ. അങ്ങോട്ട് K2 എന്ന് ആലോചിച്ചാലും മൗണ്ട് K2. ഓപ്ഷൻ സി മൗണ്ട് K2. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് മൗണ്ട് K2. അടുത്ത ചോദ്യം, ശബരി നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ പമ്പ. ഓപ്ഷൻ എ പമ്പ. ഓപ്ഷൻ ബി കൃഷ്ണ. ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഓപ്ഷൻ ഡി ഗോദാവരി. എന്താ ചോദ്യം? ശബരി നദി. ശബരി. ഓക്കെ ആണല്ലോ. ശബരി. ഉത്തരം എന്താ? ഗോദാവരിയാണ്. ഓപ്ഷൻ ഡി ഗോദാവരി. അതിലും എന്തുണ്ട്? ഗോദാവരി. ശബരി വരി. ഗോദാവരി ശബരി. രീ എന്നുള്ള കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ശബരി നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഓപ്ഷൻ ഡി ആണ് ഗോദാവരി. എങ്ങനെ കണക്ട് ചെയ്യണം? ശബരി ഗോദാവരി. രീ എന്നുള്ള കണക്ട് ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടും? ശബരി ഗോദാവരി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിൻ ഏതാ? ഓപ്ഷൻ എ വിറ്റാമിൻ എ, വിറ്റാമിൻ സി. ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ. ഓപ്ഷൻ സി വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ഓപ്ഷൻ ഡി വിറ്റാമിൻ എ, വിറ്റാമിൻ ബി. എന്താ ചോദ്യം? താഴെ തന്നിരിക്കുന്നതിൽ ജലത്തിലൂടെ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏത്? 2 തരത്തിലാണ് വിറ്റാമിനുകൾ ലയിച്ചു ചേരുന്നത്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ജലത്തിലൂടെയും ഒന്ന് കൊഴുപ്പിലൂടെയുമാണ് വിറ്റാമിനുകൾ ലയിച്ചു ചേരുന്നത്. ഇവിടെ എന്താ ചോദ്യം? ജലത്തിലൂടെയാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? കൊഴുപ്പിലൂടെ ഉള്ളത് പഠിക്കണം. അതിനൊരു കോഡ് പറഞ്ഞു തരട്ടെ. ഈ കൊഴുപ്പ് എന്താണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. കൊഴുപ്പ് കേടാ. KEDA. കേട. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ? അപ്പോ കേട. കൊഴുപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. KEDA. കേട. എന്നീ വിറ്റാമിനുകൾ എങ്ങനെയാണ് ലയിക്കുന്നത്? എത്ര വിറ്റാമിനുകൾ ഉണ്ട്? ABCDEK എന്നീ വിറ്റാമിനുകളാണ് ഉള്ളത്. അതിൽ KEDA എന്നീ വിറ്റാമിനുകൾ കൊഴുപ്പിലൂടെയാണ് ലയിക്കുന്നത്. അതെങ്ങനെ കണക്ട് ചെയ്തു? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. ഇനിയുള്ളത് എന്താ? ജലത്തിലൂടെ അല്ലേ? അതിനെന്താ ആലോചിക്കണം? ഈ ജലം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുവോ? ഇല്ലല്ലോ. ജലം എന്താണ്? ഒരു സ്ഥലത്ത് തന്നെ നിൽക്കൂല. ജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാ? ജലം ഭയങ്കര ബിസിയാണ്. എന്താണ്? ജലം ഭയങ്കര ബിസിയാണ്. BC. എന്താണ് ഉത്തരം? BC. അതെങ്ങനെ കണക്ട് ചെയ്യണം? ജലം ഭയങ്കര ബിസിയാണ്. ഇനി കൊഴുപ്പിലൂടെ ഉള്ളതാ ചോദിക്കണമെങ്കിൽ കണക്ട് ചെയ്യാൻ എന്താണ്? കൊഴുപ്പ് എന്താണ്? കൊഴുപ്പ് ശരീരത്തിന് കേടാണ്. KEDA. കേട. അങ്ങനെ കണക്ട് ചെയ്യണം. ഇനി ജലത്തിന്റെയാണ് ചോദിക്കുന്നതെങ്കിൽ ജലം എന്താണ്? ഒഴുകിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ജലം ഭയങ്കര ബിസിയാ. അപ്പൊ ഉത്തരം ഏതവിടെ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി വിറ്റാമിൻ ബി, വിറ്റാമിൻ സി എന്നിവയാണ് നമ്മുടെ ഉത്തരം. ഉത്തരം കിട്ടിയല്ലോ. എങ്ങനെ ഓർത്തു വെക്കണം? ജലം ഭയങ്കര ബിസിയാണ്. ജലം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആള് ഭയങ്കര ബിസിയാണ്. BC. അപ്പോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഥവാ ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്